ഹലോ, ഇന്ന് ഫോർത്ത് ഇയേഴ്സിന് ഫെയർവെൽ പാർട്ടിയും അതേപോലെ തന്നെ താങ്ക്സ് ഗിവിങ് ഡേയുമാണ്. ഏകദേശം 8:30 ആയപ്പോഴത്തേനും നമ്മൾ ക്ലാസ്സിലോട്ടാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് ലഡു കിട്ടി. അതിനുശേഷം ഏകദേശം ഒരു 9:10 ആയപ്പോഴത്തേനും നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. കയറുന്ന സ്ഥലത്ത് തന്നെ സീനിയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അനോണിമസ് മെസ്സേജസ് ഒക്കെ എഴുതിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്ന തിരക്കിലായിരുന്നു. ഏകദേശം 9:44 ആയപ്പോൾ നമ്മൾ സീനിയേഴ്സിനെ വെൽക്കം ചെയ്തു. തുടക്കത്തിൽ എൻ്റെ ക്ലാസ്സിൽ രാധികയുടെയും ഷേബയുടെയും തകർപ്പൻ ഡാൻസ് പെർഫോമൻസോടുകൂടിയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്. അതിനുശേഷം മാളവിക ചേച്ചിയുടെ ക്ലാസ്സിലത്തെ പിള്ളേരുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ വൈസ് പ്രിൻസിപ്പളും അതേപോലെ തന്നെ ഒരു സീനിയറും ഫോർത്ത് ഇയേഴ്സിനുമായിട്ടുള്ളവരുടെ മെമ്മറീസ് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ സന്തോഷ് സാറിൻ്റെ ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരുടെ കപ്പിൾ ഡാൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തു. അതിനുശേഷം നസീഹ മാഡവും തേർഡ് സെമ്മിലെ കാവ്യ ചേച്ചിയും ഫോർത്ത് ഇയേഴ്സുമായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്തു. പിന്നെ നമ്മുടെ ധ്വനി മാഗസിൻ്റെ പ്രകാശനമായിരുന്നു. സോമി ടി വി മാഡം പ്രിൻസിപ്പൽ ഓഫ് മൗലാന കോളേജാണ് പ്രകാശനം ചെയ്തത്. പിന്നെ സീനിയേഴ്സിൻ്റെ ഡാൻസും അതേപോലെ തന്നെ ഫിഫ്ത്ത് സെമ്മത്തിലെ ഇംതിയാസിക്കാരുടെ പാട്ടും ഉണ്ടായിരുന്നു. പഠനത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായിട്ട് ഒരു ചെറിയൊരു ഫ്രെയിം പ്രസൻറ്റേഷൻ കൊടുത്തിരുന്നു. ബെസ്റ്റ് ക്യാപ്റ്റൻ ഷംനാഥ്, ഔട്ട്സ്റ്റാൻഡിംഗ് കോർഡിനേറ്റർ നയൻതാര, ബെസ്റ്റ് ആക്ട്രസ് ആൻഡ് ജോമോൻ, എൻ്റർടൈനർ ഹിഷാം, ബെസ്റ്റ് വീഡിയോഗ്രാഫർ ഹാഫിസ് എന്നിവർക്കാണ് കൊടുത്തത്. അതിനുശേഷം അലക്സാണ്ടർ ചേട്ടൻ്റെ സീനിയേഴ്സുമായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്തു. പിന്നെ ഗായത്രി ചേച്ചിയുടെ ഡാൻസും സുബിൻ ചേട്ടൻ്റെ ഒരു തകർപ്പൻ സോങ്ങും ഫിഫ്ത്ത് സെമ്മിലെ ഷബീബിൻ്റെ മെമ്മറീസ് ഷെയറിങ്ങും ഉണ്ടായിരുന്നു. കോളേജിൽ നന്നായി പാടുന്ന എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂടിയിട്ടൊരു ഫ്യൂഷൻ സോങ് ഉണ്ടായിരുന്നു. അതിനുശേഷം സീനിയേഴ്സിന് ട്രഷർ ഹണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ട്രഷർ ഹണ്ട് നടത്തുന്നതിൻ്റെ ഇടയിലാണ് ക്ലാസ്സിൽ പോയിട്ട് സ്നാക്സ് കഴിച്ചത്. എൻ്റെ ക്ലാസ്സിലെ 2 ആൾക്കാരാണ് അസ്ലമും നിഷാനും. അവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞിരുന്നു. ഏകദേശം 1 മണിയൊക്കെ ആയി. ഞങ്ങൾ താഴത്തെ ക്ലാസ്സിൽ ഫോർത്ത് ഇയേഴ്സിൻ്റെ മെമ്മറീസിൻ്റെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളത് കാണാൻ പോയപ്പോൾ എനിക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഫോട്ടോസിൻ്റെ ഒക്കെ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ സൽമാനെ കൊണ്ടാണ് എടുപ്പിച്ചത്. വളരെ മനോഹരമായിട്ടാണ് അവിടെ അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിഗ്നേച്ചർ അതേപോലെ തന്നെ നമ്മുടെ തമ്പ് പ്രിൻ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. അത്ര എനിക്കിഷ്ടപ്പെട്ടു ആ ലൈറ്റും കാര്യങ്ങളും പിന്നെ അവിടുത്തെ സംഭവങ്ങളും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും ഉണ്ടായിരുന്നതിൽ സ്റ്റേജ് ഡെക്കറേഷനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ബിക്കോസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ അവരുടെ ലൈഫിൽ പോയ മൊമെൻറ്റ്സുകളാണ്. ഇതൊക്കെ ഇങ്ങനെ തൂക്കി വെക്കാനുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല മൊമെൻറ്റ്സാണ്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം ഞങ്ങൾ ലഞ്ച് ബ്രേക്കിനായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വന്നു. അതിനുശേഷം ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും താങ്ക്സ് ഗിവിങ് സെക്ഷൻ തുടങ്ങി. ഫോർത്ത് ഇയറിലെ സ്നേഹ ചേച്ചി മെമ്മറീസ് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ സോമി ടി വി മാഡം പ്രിൻസിപ്പൽ ഓഫ് മൗലാന കോളേജ്, പ്രഭിത മാം, ഷീജ മാം, പിന്നീട് പ്രസാദ് സാർ, സരിത മാഡം, ഷിനി മാഡം, ജൂലി മാഡവും ഫോർത്ത് ഇയേഴ്സുമായിട്ടുള്ള അവരുടെ മെമ്മറീസുകളൊക്കെ ഷെയർ ചെയ്തു. പിന്നീട് ഫോർത്ത് ഇയേഴ്സിൽ അനഘ ചേച്ചിയും ജിനി ചേച്ചിയും ഇന്ദ്രജിത്ത് ചേട്ടനും അവരുടെ മെമ്മറീസ് ഷെയർ ചെയ്തു. അതിനുശേഷം ഫോർത്ത് ഇയേഴ്സ് എല്ലാ ബാച്ചുകാർക്കും ഗിഫ്റ്റ് കൊടുത്തു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അലക്സാണ്ടർ ചേട്ടന് ആ കിരീടം കൊടുത്തതാണ്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ദ്രജിത്ത് ചേട്ടൻ സംസാരിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷം ഈ 4 വർഷം അവരുടെ ലൈഫിൽ നടന്ന ഫോർത്ത് ഇയേഴ്സിൻ്റെ ലൈഫിൽ നടന്ന മൊമെൻറ്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഡോക്യുമെൻ്ററി വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചേട്ടൻ വന്ന് സംസാരിക്കുന്നതും നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതും. ഇതിൻ്റെ ഇടയിൽ ഞാൻ സീനിയേഴ്സിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിരുന്നു. ഫാക്കൽറ്റീസിൻ്റെ സംസാരവും അതുപോലെ തന്നെ സീനിയേഴ്സിൻ്റെ സംസാരങ്ങളൊക്കെ എല്ലാം കൂടി ചേർത്തത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അത് കാണുന്നവർക്ക് കുറച്ച് ബോറായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു നല്ലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഫെയർവെൽ ആൻഡ് താങ്ക്സ് ഗിവിങ് പ്രോഗ്രാം അടിപൊളിയാകുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്കൽറ്റീസും അതേപോലെ തന്നെ സീനിയേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഏതാണ്ട് പ്രസംഗം കേൾക്കുന്ന ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഫോർത്ത് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ലൈഫാണ്, അവരുടെ മെമ്മറീസാണ്, അവരുടെ മൊമെൻറ്റ്സാണ്. സോ ഇന്നത്തെ പ്രോഗ്രാം
ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ബൈ.